Hello friends, welcome to Healthy Yummy Bites. I'm Susan. മീൻ പീര പറ്റിച്ചതാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പുളിയും എരിവുമെല്ലാമുള്ള നല്ല രുചിയോടുകൂടിയ മീൻ പീര. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ നെത്തോലി, കൊഴുവ, ആഞ്ചോവി എന്നൊക്കെ പറയുന്നത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയെടുത്തു. മീൻ പറ്റിക്കുന്നതിനായി മത്തി, നെത്തോലി എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനിയും കുടംപുളി, മീൻപുളി കുതിർന്നു വരാൻ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 6 കഷ്ണം ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് തേങ്ങ ചിരകിയത് വേണം. 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയും ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ, 3 പച്ചമുളക്, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി അല്ലി, ഇതെല്ലാം എടുത്ത് ഇനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഒരു പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതിൽ നിന്നൊരു കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഒരു കുറച്ചിട്ട് 1-2 പൾസ് ഒന്ന് കറക്കിയെടുക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കുന്നില്ല എങ്കിൽ കൈവച്ച് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങണം. മൺചട്ടിയിലുണ്ടാക്കാം. മീൻ ഉണ്ടാക്കുന്നതിന് മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് തേങ്ങ ചതച്ചതും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിലേക്ക് ഇടാം. നല്ലതായിട്ട് ഇളക്കി മീനും തേങ്ങയും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർക്കണം. 1/3 മുതൽ ഒരു 1/2 കപ്പ് വെള്ളം വരെ ചേർക്കാം. പുളി നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 1-2 കറിവേപ്പില തണ്ടും ചേർത്ത് ഇനി വീണ്ടും ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. മീനിന് അധികം വേവില്ല, എളുപ്പത്തിന് വേകുന്നതാണ്. അതുകൊണ്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇളക്കരുത്. ഇനിയും ഇത് തുറന്നു വെച്ച് തന്നെ ഒരു 2-3 മിനിറ്റ് ചൂടാക്കാം. ചെറിയ തീയിലിട്ട് ചൂടാക്കാം. വെള്ളം തീരെ പറ്റിച്ച് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത്. കുറച്ച് മോയ്സ്ചർ ആവശ്യമാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിലായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നു. കൂടെ ഒരു തുണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതിനെയും അടച്ച് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു. മീൻ ഉടഞ്ഞു പോകാതിരിക്കാനായി ഒരു സൈഡിൽ നിന്ന് എടുത്തെടുത്ത് വിളമ്പണം. ഇങ്ങനെ പുളിയിട്ട മീൻ പറ്റിച്ചതുണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല സ്വാദാണ്. നല്ല പുളിയും ചെറിയ എരിവുമൊക്കെയുള്ള മീൻ പറ്റിച്ചത്. ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.